ഹലോ, ഇന്നത്തെ വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേക്ക് പറ്റിയ കിടിലൻ ഒരു ഹെയർ ബാൻഡും ആ ഹെയർ ബാൻഡിൻ്റെ കട്ട് പീസിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ക്ലിപ്പുമാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം, ഇൻഡിപെൻഡൻസ് ഡേ ആവാറായില്ലേ. പക്ഷെ എന്നാലും നിങ്ങൾക്കിത് കണ്ടാൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല കേട്ടോ ഈ ഒരു വീഡിയോ. നിങ്ങൾക്കിത് ഇതല്ലെങ്കിലും വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ ഇതിപ്പോൾ ഒരു സോപ്പിൻ്റെ ചട്ട ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ വരച്ചെടുത്തതാണ്. ഇതുപോലെ ലവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇതുപോലെ ഞാനൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മോഡലിലായിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനേക്കാളും ഈ ഒരു ലവ് ഷേപ്പിനേക്കാളും കൂടുതൽ അത് കുറച്ചും കൂടി പണിയും ഉണ്ട്, പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈൻ്റെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒന്നും കൂടി സിമ്പിളായിട്ട് ആലോചിച്ചപ്പോൾ ലവ് ഷേപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സും ഈ ഒരു മോഡലിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഇപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിൽ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്ന് വേസ്റ്റായി പോകുന്ന കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഒരു പണിയില്ലാതെ നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു ഹെയർ ക്ലിപ്പും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുഴുവനായി കാണുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ നമുക്കിവിടെ നടുവിലൊരു ലൈന് കിട്ടും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങളിങ്ങനെ ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ബട്ടർഫ്ലൈൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് അറിയുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എന്തായാലും ഒരു ലൈനല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ലൈനിൽ തന്നെയാണ് നമ്മുടെ കട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സിസർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഉള്ളിൽ കൂടെ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ കത്രിക എടുക്കാൻ നോക്കുക. വലിയ കത്രിക ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. ചെറുതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിക്ക് ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലവേഴ്സും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഏതൊരു മോഡലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആണല്ലോ എന്ന് കരുതണ്ട. നിങ്ങൾക്ക് വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് ഏത് റിബൺസ് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള റിബൺസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് നടുവിലായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ഹീറ്റാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റർ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മളൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചൂടാക്കിയിട്ട് പ്രസ് ചെയ്താൽ അത് അതേപോലെ പ്രസ്സായി നിൽക്കും. എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ വളച്ച് കൊടുത്താൽ അതും ആ ഒരു രീതിയിൽ നമ്മൾ
ഈ ഒരു ഫോം ഷീറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിക്കാണോ അത് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് അത് അതേപോലെ അത് ചൂട് പോയാൽ നിൽക്കും കേട്ടോ. നമ്മൾ അപ്പം കൊടുക്കുന്ന ഷേപ്പാകും പിന്നെ ആ ഒരു ഫോം ഷീറ്റിന് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനൊരു പീസ് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പിന്നെ വേറെ കട്ടിങ്സ് ഒന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളടുത്ത് ഗ്ലൂ ഗണ്ണോ ഏതാ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിവിടെ P7000 യൂസ് ചെയ്തത്. അത് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എളുപ്പം ഗ്ലൂ ഗണ്ണ് തന്നെയാണ്. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നടുവിൽ. ഇനി സോൾഡറിങ് അയൺ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾഡറിങ് അയൺ നമ്മുടെ അടുത്ത് സെയിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം നമ്മൾ അത്രയും റേറ്റ് കുറച്ച് കൊടുക്കണ കാരണം കൊണ്ട് ഇതും നമ്മൾ അത്രയും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. വേറെയും മെറ്റീരിയൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് ഇറക്കൂല. ഇത് കഴിയുന്ന വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാഭത്തിൽ വാങ്ങണം എന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ കട്ടിയുള്ള ആ ഒരു പേപ്പർ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ പിന്നെ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മൾ സോൾഡറിങ് അയൺ യൂസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കയ്യുമൊക്കെ തട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ആ ഒരു ക്യാമറയിൽ മറഞ്ഞു പോയത് കേട്ടോ. നമുക്ക് ക്യാമറയിൽ നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റൂല. സോൾഡറിങ് അയൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇത് ചൂടായി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം സോൾഡറിങ് അയൺ യൂസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ഈ ഒരു മരത്തിൻ്റെ ഒരു സ്റ്റെൻസിലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാത്രമല്ല നമുക്കിങ്ങനെ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയാലും അതിലൊക്കെ നമുക്ക് സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല രീതിയിൽ തന്നെ കട്ടായി പോകുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും നമ്മൾ കൈകൊണ്ട് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന വൃത്തി അത് ഏത് സോൾഡറിങ് അയൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്ര റേറ്റ് കൊടുത്ത് വാങ്ങിയാലും ആ ഒരു വൃത്തി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ചിലവരൊക്കെ സിസർ വെച്ച് കട്ട് ചെയ്താലും ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. കണ്ടോ, അരികിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു എങ്ങനെ പോയാലും ഒരു വൃത്തികേട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്കിത് പെട്ടെന്ന് പക്ഷേ കഴിയും കേട്ടോ. നമ്മൾ സിസർ ഉപയോഗിച്ച് ആദ്യം നമ്മൾ പെൻസിൽ വെച്ച് വരക്കണം. എന്നിട്ട് നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ നമ്മളങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം പോകും. പക്ഷേ ഇതൊക്കെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ ആ ഒരു വരക്കണ സമയം കൊണ്ട് നമ്മുടെ കട്ട് ചെയ്യലും കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പറഞ്ഞില്ല അരിക് കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ അരിക് നിങ്ങൾക്ക് ഒന്നും കൂടി നമുക്ക് കത്രിക വെച്ചിട്ട് കൂടുതലുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കിയിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോൾഡറിങ് അയൺ വെച്ച് കട്ട് ചെയ്താലും നമുക്കതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പീസ് നമ്മൾ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് സോൾഡറിങ് അയൺ വെച്ചിട്ടാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കട്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇനി ഇത് നടുവിൽ നമ്മൾ ജസ്റ്റ് ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് നടു അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 ഭാഗത്തും ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടി നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സോൾഡറിങ് അയൺ നമുക്ക് ക്ലോത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സാറ്റിൻ ക്ലോത്തും നെറ്റിൻ്റെ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ ഇത്രയും കട്ടിയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അത് നമ്മുടെ ഹെയർ ആക്സറീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ സാറ്റിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സോൾഡറിങ് അയൺ വെച്ചിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള ഒരു മരക്കഷ്ണോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ടിയുള്ളത് വെക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ വല്ല ക്ലോത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്താൽ ആ ക്ലോത്തൊക്കെ അങ്ങനെ കീറിപ്പോവും, ഉരുകിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അടിയിൽ നമ്മൾ നമ്മുടെ ഒന്നും കേട് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരുക്കി കൊടുക്കുകയൊക്കെ വേണം. ഇപ്പോൾ നമ്മൾ കണ്ടോ സോൾഡറിങ് ആണ് വെച്ച് കട്ട് ചെയ്തത്. ചെറുതായിട്ടുള്ള ഒരു രൂപമാറ്റങ്ങളൊക്കെ ഉണ്ട്. ഒരു നമ്മളൊരു തൊപ്പുള്ള പോലെയൊക്കെ ഒരു കണ്ടോ ഒരു ഷേപ്പിന് കുറച്ചൊരു വൃത്തികേടുണ്ട്. ഇതും നേരത്തെ പോലെ തന്നെ അതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ അരികൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അതാവും ഒന്നും കൂടി എളുപ്പം. ഞാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് കാണിച്ചെന്താണ്. കണ്ടോ ആ സൈഡിലൊക്കെ ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനും പറ്റും. അങ്ങനെ എല്ലാ ഭാഗവും കൊണ്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രീനും വൈറ്റും ഓറഞ്ചും അങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ 3 കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഫെൽറ്റ് ഷീറ്റ്. നമ്മളെടുത്തപ്പോൾ ഇതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ അതിൽ റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു പീസേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ ഈ ഒരു കോണുകളെല്ലാം നമ്മൾ ഓരോ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ആ 3 എണ്ണം ഉണ്ടാക്കാൻ ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഏതൊരു ഹെയർ ബോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്ലൂ തേക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. ഈ 3 എണ്ണത്തിനുള്ള സ്ഥലം വേണ്ടേ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ആദ്യം വെച്ച് നോക്കിയതിന് ശേഷം ഫസ്റ്റത്തെ എവിടെ വെക്കണം എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓറഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ B7000 ആകുമ്പോൾ കുറച്ചൊന്ന് നമ്മളൊന്ന് പിടിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പിടിച്ച് കൊടുക്കണം, ഗ്ലൂ ഗണ്ണ് പോലെയല്ല. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ആ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ കുറച്ച് ഭാഗത്തല്ലേ നമ്മുടെ സാറ്റിൻ ബോയും ഇതും തമ്മിൽ നമ്മുടെ ആ ഒരു ലവ് ഷേപ്പിൻ്റെ ആ ഒരു ഷേപ്പും തമ്മിൽ കണക്റ്റായി നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊന്നും നമ്മൾ ഗ്ലൂ ഒന്നും തേക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 3 എണ്ണത്തിൻ്റെയും ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ വൈറ്റ് വെച്ച് കൊടുക്കുക. അതിനും നമ്മൾ ഗ്ലൂ തേച്ചിട്ട് നേരെ അതിൻ്റെ ഒപ്പം തന്നെ അതിനോട് ചേർത്ത് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബട്ടർഫ്ലൈ ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. ഇതും നല്ല രസം തന്നെയാണ് കേട്ടോ. കാണാനും വെച്ചാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ, നമ്മൾ ആ ഒരു ലവ് ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ തേച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിങ്ങനെ അതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹെയർ ബാൻഡിൻ്റെ റേറ്റിന് ഈ ഒരു ക്ലിപ്പും കൂടി കിട്ടുമ്പോൾ അവർക്കും സന്തോഷമാവും, നമുക്കും ഇത് വേസ്റ്റായി പോവാതെ നല്ലൊരു ക്ലിപ്പും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നടുവിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കാണാതിരിക്കാൻ വേണ്ടി വെക്കാൻ വലിയ ബോറൊന്നുമില്ല കേട്ടോ. ഒന്നും കൂടി ആ ഉണങ്ങി വരുന്ന ടൈമിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ അത് നേരം പോലെ തന്നെ ആവും. പിന്നെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.